മാറുകയാണ്. ബെസ്റ്റ് ടൈം അതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ഒന്ന്. അപ്പോൾ ഹീറ്റ്സിലെ ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്തുമാകട്ടെ, ഇപ്പോൾ തലവടി ചുണ്ടൻ UBC കൈനഗരിയുടെ തലവടി ഇല്ല ഫൈനലിൽ. അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഇത്തവണത്തെ ജലമേളയ്ക്കുണ്ട്. ഇതിൽ ഈ കണ്ടിരുന്നവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമോ ഇതിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണോ എന്നുള്ള കാര്യത്തിൽ? തീർച്ചയായിട്ടും സമയക്രമം തന്നെയാണ് ജലമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എൽദോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ ഹിറ്റ്സിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന വള്ളം എന്നതല്ല, മറിച്ച് ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന വള്ളമാണ് ഫൈനലിലേക്ക് എത്തുക. എന്തായാലും ആ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ഇത്തവണ കൗതുകകരമായ മറ്റൊരു കാര്യമുണ്ട്. അതായത് 4ാമത്തെ ഹീറ്റ്സിൽ മത്സരിച്ച 3 വള്ളങ്ങൾ ഫൈനലിലേക്ക് എത്തി എന്നുള്ളതാണ്. വിയപുരവും നിരണവും ഒപ്പം തന്നെ നടുഭാഗം ചുണ്ടനും ഫൈനലിലേക്ക് എത്തി. 4.22.58 ആയിരുന്നു വിയപുരത്തിന്റെ ടൈം. ഒപ്പം തന്നെ നിരണം ചുണ്ടൻ 4.23 4 മിനിറ്റ് 23 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. നടുഭാഗം കുമരകം ബോട്ട് ക്ലബിന്റെ നടുഭാഗം 4.23.31 എന്ന സമയത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും മികച്ച സമയം കുറിച്ചിരിക്കുന്നത് കാരിച്ചാലാണ് 4.14. അതിനെ വെല്ലാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം കാരിച്ചാലിന് അടുത്തേക്കെത്താൻ മിക്ക ആളുകൾക്കും കഴിഞ്ഞില്ല. അതായത് 4.35 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത് 4.22.58 എന്നുള്ളതാണ്. അതായത് കാരിച്ചാൽ കഴിഞ്ഞാൽ വിയപുരം വരുമ്പോൾ മിനിറ്റുകളുടെ അല്ലെങ്കിൽ വലിയ സെക്കൻഡുകളുടെ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. വലിയ വാശിയേറിയ മത്സരം തന്നെയായിരിക്കും ഇത്തവണത്തെ ഫൈനൽ മത്സരം. മാത്രമല്ല ഏറ്റവും ആവേശകരമായ ഹീറ്റ്സും 4ാമത്തെ ഹീറ്റ്സ് ആയിരുന്നു. 4ാമത്തെ ഹീറ്റ്സിൽ ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം നടന്നത്. ഫോട്ടോ ഫിനിഷിൽ അതായത് 4.22 വിയപുരം ഫിനിഷ് ചെയ്തപ്പോൾ 4.23 തൊട്ട് പുറകിൽ ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ നിരണം ചുണ്ടൻ എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഫൈനൽ മത്സരം എന്ന് പറയുന്നത് ഏറ്റവും ആവേശകരമായ മത്സരമാണ്. കാരണം വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരിച്ചാൽ മാത്രമേ ഉള്ളൂ, കടലാതുരുത്തി ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന കാരിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അല്പം മുന്നിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം കമന്റേറ്റർ കൂടിയായിട്ടുള്ള ജയപ്രകാശ് കിടങ്ങറയുണ്ട്. ചേട്ടാ, ഇത്തവണ മത്സരം ഭയങ്കര കടുക്കും അല്ലേ? തീർച്ചയായിട്ടും ശക്തമായ മത്സരത്തിലേക്ക് വരും. വിലയിരുത്തൽ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാലും വിയപുരം ചുണ്ടനും തമ്മിലുള്ള കാരിച്ചാലും വിയപുരം തമ്മിലാണ് ഫൈനലിൽ മത്സരം ഏറ്റുമുട്ടാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് വിയപുരത്തിലായിരുന്നു, ഈ പ്രാവശ്യം ഒരു കാരിച്ചാലാണ്. അപ്പൊ ആ ഒരു പ്രത്യേകതയുണ്ട്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് എന്ന് പറയുമ്പോൾ അവർ ഇത്തവണ ജയിച്ചു കഴിഞ്ഞാൽ 4 തവണ തുടർച്ചയായി ചരിത്രമാണ്. നെഹ്റു ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി 5 തവണ തുടർച്ചയായി ഒരു കിരീടത്തിലേക്ക് ഒരു ക്ലബ്ബ് വന്നിട്ടില്ല. നിരവധി ക്ലബ്ബുകൾ മാറി മാറി വന്നിട്ടുണ്ട് പല പ്രാവശ്യം, UBC കൈനഗരിയൊക്കെ. പക്ഷെ തുടർച്ചയായി 5ാം സ്ഥാനത്തെത്തുന്ന ക്ലബ്ബ് അതൊരു ചരിത്രമായിരിക്കും പള്ളാത്തുരുത്തി ബോട്ട്. ഇതിനു മുമ്പ് കുമരകം ബോട്ട് ക്ലബ്ബ് 4 തവണയൊക്കെ എടുത്തിട്ടുണ്ട്. കാരിച്ചാലുണ്ട്, കല്ലൂപ്പറം വരെ വന്നിട്ടുണ്ട്. കുമരകം ബോട്ട് ക്ലബ്ബ് ഇതിഹാസം രചിച്ചിട്ടുണ്ട്. പക്ഷേ 5 പ്രാവശ്യം എടുക്കുന്നത് ഒരുപക്ഷെ ഈ പുന്നമട കായലിൽ ചരിത്രമാണ്. അതൊരു ഇത്തവണ ഒരു മികച്ച കോമ്പിനേഷനും കൂടിയാണല്ലേ? അതായത് കാരിച്ചാലും PBCയും കൂടെ വരുമ്പോഴത്തേക്കുള്ള ഒരു സ്പെഷ്യൽ. തുടക്കത്തിൽ വന്ന സമയത്തൊക്കെ തന്നെ അല്ലെങ്കിൽ കാണികളെയൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ ഈ വള്ളങ്ങൾക്കായിരുന്നു. കാരിച്ചാലിലായിരുന്നു ഏറ്റവും കൂടുതൽ ആരാധകർ വന്നത്. പക്ഷെ അപ്പോഴും എല്ലാവരും നമ്മളോട് ഡെസ്കിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരിച്ചാലിന് ആരാധകർ. പക്ഷെ കാണുന്നവരെല്ലാം കാരിച്ചാലിലാണ്. ആ ഒരു വള്ളംകളി പ്രേമികളുടെ ഒരു പ്രതീക്ഷ പൂർണ്ണമായി അവർ എത്തിച്ചത്. അതെ, കാരണം കുറഞ്ഞ സമയത്ത് കഴിഞ്ഞ 4 വർഷക്കാലവും ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്ത വള്ളം ക്ലബ്ബ് പള്ളാത്തുരുത്തി ബോട്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണികൾക്ക് അവർക്ക് ഒരു ആരാധന സ്വാഭാവികമായിട്ടുണ്ടാവും. അവരുടെ ആ വള്ളത്തിൻ്റെ തുഴച്ചിൽ ആദ്യമായിട്ട് അവർ ഈ പ്രാവശ്യം തുഴഞ്ഞു വന്നത് തന്നെ കാണികളിൽ ആവേശം ഉണ്ടാക്കി. ആ തുഴച്ചിൽ കണ്ടപ്പോൾ തന്നെ ഒരു ജയം ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് അവർ കടന്നു വന്നത്. അവരുടെ ആ വരവ് വന്നപ്പോൾ ആർപ്പുവിളികൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഉയർന്ന് നമുക്ക് കണ്ടു. അപ്പോൾ അത്ര ആരാധകർ അവർക്കുണ്ട്. തീർച്ചയായിട്ടും ആ പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷ വന്നു. അതായത് ഫൈനൽ കഴിഞ്ഞാൽ പിന്നെ ലൂസേഴ്സ് ആണ്. ലൂസേഴ്സ് ഫൈനലിൽ ഇത്തവണ ആരൊക്കെ എത്തിയിട്ടുണ്ട്?
ഇപ്പോൾ ലൂസേഴ്സ് ഫൈനലിൽ വലിയ ദിവാഞ്ചിയുണ്ട്, പായിപ്പാടുണ്ട്, മേപ്പാടമുണ്ട്, ചമ്പക്കുളമുണ്ട്. ഇതിന്റെ ഒരു ഡിഫറൻസ് ഒന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാമോ? ഫൈനൽ മത്സരവും ലൂസേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ ഹീറ്റ്സിലും ടൈമുണ്ട്. ആ ടൈമിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന 4 ചുണ്ടൻ വള്ളങ്ങളെ ഫൈനലിൽ തിരഞ്ഞെടുക്കും. അതിനുശേഷം അതിൽ കുറഞ്ഞ സമയത്ത് 4 വള്ളങ്ങൾ വരുന്നതിലെ ലൂസേഴ്സ് ഫൈനലും, അതിൽ നിന്ന് കുറഞ്ഞ സമയത്ത് സെക്കൻഡ് ലൂസേഴ്സും, അതിൽ കുറഞ്ഞ 4 വള്ളത്തിന് തേർഡ് ലൂസേഴ്സും. ആ നിലയിൽ ടൈമിൽ വന്ന വള്ളങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയാണ് ഈ ഫൈനൽ മത്സരങ്ങളിലേക്ക് പോകുന്നത്. ഈ 19 വള്ളങ്ങൾ വീണ്ടും മത്സരിക്കും, തീർച്ചയായിട്ടും മത്സരിക്കും. അതായത് ഫൈനൽ ലൂസേഴ്സ്, സെക്കൻഡ് ലൂസേഴ്സ്, തേർഡ് ലൂസേഴ്സ്. അപ്പൊ 4, 4, 8, 4, 12, 4, 16 വള്ളങ്ങൾ. 16 4 മത്സരങ്ങളുടെ ഫൈനല്, ലൂസേഴ്സ്, സെക്കൻഡ് ലൂസേഴ്സ്, തേർഡ് ലൂസേഴ്സ്, അങ്ങനെ 16 വള്ളങ്ങളുടെ മത്സരം നടക്കും. അപ്പൊ എന്തായാലും ഈ സെക്കൻഡ് ലൂസേഴ്സ് ഒക്കെ ഭയങ്കര ആവേശകരമായിരിക്കും അല്ലേ? ഈ ഫൈനൽ പോലെ തന്നെ സെക്കൻഡ് ലൂസേഴ്സും ടൈമിങ് വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ ഈ തേർഡ് ലൂസേഴ്സ് ആണെങ്കിലും സെക്കൻഡ് ലൂസേഴ്സ് ആണെങ്കിലും ലൂസേഴ്സ് ആണെങ്കിലും ഫൈനൽ മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേ ഫിനിഷ് ചെയ്തുള്ളൂ. അത് കാണികൾക്ക് വളരെ ആവേശം പകരുന്നതാണ്. അതെ, ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഫൈനൽ എന്തായിരിക്കും ടെൻഷൻ ആണല്ലേ? അതൊരു വളരെ കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഒരു പക്ഷേ നാം മനസ്സിലാക്കുന്നത് ഫോട്ടോ ഫിനിഷിലേക്ക് ഈ മത്സരങ്ങളെല്ലാം കിടക്കും. അത് കാണികൾക്ക് വളരെ ആവേശം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഈ ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശമായി എന്താ പറയുക, ചെറുവള്ളങ്ങളുടെ മത്സരം കഴിഞ്ഞതിന് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ്